توكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം ഒരു മനുഷ്യന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ വ്യാപിച്ചു കിടക്കുന്ന എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുന്ന ഒരു ബൃഹത്തായ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നാം കൂലങ്കഷമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന ഔലന്നാസി ബിൻ നബിയ്യീൻ, തീർച്ചയായും ജനങ്ങളിൽ പ്രവാചകന്മാരുമായി നാളെ മഹ്ശറിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാർ الذين أعلمهم بما جاء به الأنبياء, അംബിയാ മുർസലീങ്ങൾ കൊണ്ടുവന്ന ദീനിനെ ശരിയായി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ആരാണോ പ്രവാചകന്മാര് കൊണ്ടുവന്ന ദിവ്യ സന്ദേശങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, അങ്ങനെയുള്ളവരായിരിക്കുന്ന ആള് മഹ്ശറിൽ അംബിയാ മുർസലീങ്ങളോട് ഏറ്റവും സാമീപ്യമുള്ളത്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഓതുകയുണ്ടായി, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബി വല്ലദീന ആമനു, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ഏറ്റവും അടുത്ത ആൾക്കാര് അല്ലദീന തബഊഹു, ഇബ്രാഹിമിനെ പിൻപറ്റുന്നവരാണ്. വഹാദൻ നബിയു, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു, നമ്മളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, അദ്ദേഹവുമായി ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ളത് നമ്മൾക്കാണ് എന്നവർ അവകാശപ്പെട്ടിരുന്നു. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്താണ് ഇബ്രാഹിമുമായി ഏറ്റവും അടുത്തവർ ഇബ്രാഹിമിനെ പിൻപറ്റുന്നവരാണ്. ഇബ്രാഹിമാണ് എങ്കിൽ ഒരിക്കലും ശിർക്ക് പ്രവർത്തിക്കാത്ത തൗഹീദിന്റെ പ്രതീകമായിരുന്നു, നിങ്ങളാണെങ്കിൽ ശിർക്ക് പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിമുമായി ഏറ്റവും അടുത്തയാളാണ്.
കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം ഏറ്റവും കൂടുതൽ സ്വീകരിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നമാ വലിയു മുഹമ്മദിൻ അല്ലദീ അതാഅ അല്ലാഹ് വഅദൂ മുഹമ്മദിൻ മൻ അസാ മുഹമ്മദ് മൻ അസല്ലാഹ് വഇൻ തഖറബത് ഖുർബതുഹു. അല്ലാഹുവിന്റെ പ്രവാചകനാണ് നമ്മുടെ മാതൃക. ആ പ്രവാചകനെ സ്നേഹിക്കുന്നയാൾ, അല്ലാഹുവിനെ നന്നായി അനുസരിക്കുന്നയാളാണ്. ആ പ്രവാചകനോട് ശത്രുത വെച്ച് പുലർത്തുന്നയാള് അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്നയാളാണ്. അയാളുടെ കുടുംബ ബന്ധം മുഹമ്മദുമായി അടുത്തതാണ് എങ്കിലും ശരി. അപ്പോ നാളെ മഹ്ശറിൽ അംബിയ മുർസലീങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാര് അംബിയ മുർസലീങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ച് പരിജ്ഞാനമുള്ള ആൾക്കാരാണ്. നമ്മളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ നല്ല നിലയിൽ കൂലങ്കഷമായി പഠിച്ചു കഴിഞ്ഞാൽ നാളെ പ്രവാചകന്മാരുമായി നാം അടുത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ദീനിയായ അറിവ് പഠിക്കുന്നതിന്റെ പ്രസക്തി ഇസ്ലാമിൽ വളരെ കൂടുതലാണ്. അലിയുൽ അസദി എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ടയാൾ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ജിഹാദിനെ കുറിച്ച് ചോദിച്ചു. സഅൽതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൽ ജിഹാദി. സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഞാൻ ജിഹാദിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല, ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി, അലാ അദുല്ലുക മാ ഹുവ ഖൈറുൽ ലക മിനൽ ജിഹാദ്. ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി, തബ്നി മസ്ജിദൻ വതുഅല്ലിമു ഫീഹിൽ ഖുർആൻ വസുനന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഫിഖ്ഹ ഫിദ്ദീൻ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം ഈ ഒരു പള്ളി നിർമ്മിക്കണം. ആ പള്ളി നിർമ്മിക്കുക മാത്രമല്ല, അവിടെ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നൽകപ്പെടണം. അവിടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ദീനിന്റെ വിഷയത്തിലുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അലിയുൽ അസദിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് ദീനിയായ അറിവ് പഠിക്കുന്നതിന്റെ മഹാത്മ്യവും പ്രാധാന്യവും ബോധ്യപ്പെടുന്നുണ്ട്. സഹാബാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു സഹാബിയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ആ സഹാബി പറയുകയാണ്, ലൗലാ തലാസു ഖിസാലിൽ അഹ്ബബ്തു അല്ലാ അബ്ഖിയ ഫിദ്ദുനിയ. അഥവാ ദുനിയാവിൽ 3 കാര്യങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഈ ദുനിയാവിൽ ഞാൻ അവശേഷിക്കാതിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അതായത് ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ ജീവിക്കാൻ എനിക്ക് ഒരു തരത്തിലും താല്പര്യമുണ്ടാകുമായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യയായ ഉമ്മു ദർദാ ചോദിച്ചു, വമാഹുന്ന, എന്ത് കാര്യമാണ് ഭൂമിയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കി തീർത്തത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലൗലാ ഖുദൂഉ വജ്ഹി ലിസ്സുജൂദി ലിഖാലിഖി ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി തഖദിമതൻ ലിഹയാതി. നാളെ ആഖിറത്തിന്റെ മുന്നോടിയായി, ആഖിറത്തിൽ ഞാൻ സമ്പാദ്യമായി നേടിയെടുക്കുന്നതിന് വേണ്ടി എന്റെ മുഖം കൂടുതലായി ഭൂമിയിൽ വെച്ച് സുജൂദ് ചെയ്യുന്നതിനുള്ള നമസ്കാരമില്ലാതിരുന്നു എങ്കിൽ, രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ എനിക്ക് ഭൂമിയിൽ അല്ലാഹുവിന് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കൂടുതൽ സുജൂദ് ചെയ്യാനുള്ള അവസരമില്ലാതിരുന്നു എങ്കിൽ ഞാൻ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കില്ല. ഒരു സഹാബി ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൗതികമായ വസ്തുക്കളുടെ പടപടപ്പ് കണ്ടുകൊണ്ടല്ല,
നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഇബാദത്തിലുള്ള അവസരമുണ്ട്. രണ്ടാമത് പറയുകയുണ്ടായി, ശക്തമായ ചൂട് സമയത്ത് ദാഹം ശമിച്ചുകൊണ്ട് നോമ്പെടുക്കാനുള്ള അവസരമുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉഷ്ണകാലത്ത് ദാഹം ശമിച്ചുകൊണ്ട് നോമ്പെടുക്കൽ വലിയ സാഹസമാണ്. മൂന്നാമതായി വമുഖാഇദതു അഖ്വാമിൻ യന്തഖൂനൽ കലാമ കമാ തുൻതഖുൽ ഫാഖിഹ. നല്ല നല്ല അറിവ് കിട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ എനിക്ക് അവസരമുണ്ട്. മുഖാഇദതു അഖ്വാമിൻ, കുറെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാനുള്ള അവസരം. അവരെങ്ങനെയുള്ളവരാണ്? യന്തഖൂനൽ കലാം, അവരുടെ സംസാരങ്ങളാണ് എങ്കിൽ അറുത്ത് മുറിച്ച സംസാരങ്ങളാണ്. ലവലേശം പാഴായ കാര്യങ്ങൾ ആ സംസാരത്തിൽ ഉണ്ടാകില്ല. കമാ തുൻതഖുൽ ഫാഖിഹതു, ഫലവർഗ്ഗങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മുന്തിയ പഴവർഗ്ഗങ്ങൾ വാങ്ങാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത് പോലെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ഒരു സദസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ വളരെ അളന്ന് മുറിച്ച് വളരെ കൃത്യമായി ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ ഇരിക്കാനും അവരിൽ നിന്ന് അറിവ് നേടാനുമുള്ള അവസരം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സഹാബി ദുനിയാവിൽ ജീവിക്കുന്നത് തന്നെ ഇബാദത്തെടുക്കാൻ, പകലിൽ നോമ്പെടുക്കാൻ, ദീനിയായ അറിവ് നേടാനുള്ള ആഗ്രഹത്തിൽ മാത്രം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബിമാർക്ക് ദീനിയായ വിഷയങ്ങളിലുള്ള താല്പര്യം ഇതായിരുന്നു. ഇൽമ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് അറിവിന്റെ ഉപാധികളും മാധ്യമങ്ങളും വളരെ കൂടുതൽ പ്രചാരത്തിലുള്ള ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളം വിജ്ഞാനങ്ങളും അറിവുകളും സമ്മാനിക്കപ്പെടുമ്പോൾ എന്താ അറിവ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അറിവായി പഠിപ്പിച്ചെന്നത് 3 കാര്യങ്ങളാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ആയത്തുൽ മുഹ്കമത്തുൻ, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്, അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും പഠിക്കണം. രണ്ടാമതായി വസുന്നത്തുൻ ഖായിമത്തുൻ, സ്ഥിരപ്പെട്ട് കിടക്കുന്ന സഹീഹായ ഹദീസുകൾ, അതും നമ്മൾ പഠിക്കണം, അതിൽ നിന്ന് അറിവ് നേടണം. മൂന്നാമതായോ ഫരീളത്തുൻ ആദിലത്തുൻ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഗവേഷണ നിരീക്ഷണങ്ങൾ നേടി, ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്ന അറിവ്, ഇസ്തിൻബാത്തിയായ ഇൽമു എന്ന് പറയും. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇൽമ് അറിവ് എന്ന് പരിചയപ്പെടുത്തി തന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, വമാ സിവാ ദാലിക ഫദ്ലു, ഇതല്ലാത്ത ധാരാളം ഇൽമുകൾ ലോകത്ത് പ്രചാരത്തിലുണ്ട്. അവകളൊന്നും അടിസ്ഥാനമുള്ള അറിവുകളല്ല, അധികമായ അറിവാണ്. അതിൽ നിന്ന് പ്രയോജനമുള്ളതുമുണ്ട്, പ്രയോജനമില്ലാത്തതുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിവായി നമുക്ക് പരിചയപ്പെടുത്തിയത് ഖുർആനും ഹദീസും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് പകർന്നു തരുന്ന അറിവുകളുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബാക്കളിലെ ഏറ്റവും വലിയ മുഹദ്ദിസ്, ആ സഹാബി വരികയാണ്, ദഖല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് ഫറആ ജംഅൻ മിനൻ നാസി അലാ റജുലിൻ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നപ്പോൾ ജനങ്ങൾ ഒരാളുടെ അടുക്കൽ സമ്മേളിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ട മാത്രയിൽ തന്നെ സഹാബിമാരോട് ചോദിക്കുകയുണ്ടായി, മഹാദ, ഇദ്ദേഹം ആരാ? നിങ്ങൾ എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി എന്തുകൊണ്ടാണ് മസ്ജിദ് നബവിയിൽ ഇയാളുടെ അടുക്കൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? സഹാബിമാര് പറഞ്ഞു, ഹാദാ റജുലുൻ അല്ലാമ,
അദ്ദേഹം സർവ്വസാധാരണമായ ഒരു പണ്ഡിതനല്ല, വലിയ ബൃഹത്തായ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ്. ആലിമു എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ്, അല്ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണ്ഡിതനെന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, ഒമൽ അല്ലാമ, നിങ്ങൾ ഇദ്ദേഹത്തിനെ കുറിച്ച് അല്ലാമ എന്ന് പറഞ്ഞു, എന്ത് വിഷയത്തിലാണ് ഇദ്ദേഹത്തിന് വലിയ അവഗാഹമുള്ളത്, പരിജ്ഞാനമുള്ളത്? ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബിമാര് പറയുകയുണ്ടായി, അഅലമുൻ നാസി ബി അൻസാബിൽ അറബ് വഅഅലമുൻ നാസി ബി അറബിയ്യ വഅഅലമുൻ നാസി ബി ശിഅരി വഅഅലമുൻ നാസി ബിമാ ഇഖ്തലഫ ഫീഹിൽ അറബ്. ഇദ്ദേഹമാണ് എങ്കിൽ അറബി കുടുംബങ്ങളെ കുറിച്ച്, വംശങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും നന്നായി അറിയുന്നയാളാണ്. കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും പേരുകളും അവരുടെ പൂർവികന്മാരും അവരെ കുറിച്ച് നന്നായി അറിയുന്നയാളാണ്. രണ്ട്, വഅഅലമുൻ നാസി ബി അറബിയ്യ, അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതനാണ്. മൂന്നാമതായി വഅഅലമുൻ നാസി ബി ശിഅരി, അറബി കവിതകൾ നന്നായി ആലപിക്കാൻ കഴിയുന്നയാളാണ്. നാലാമതായി വഅഅലമുൻ നാസി ബിമാ ഇഖ്തലഫ ഫീഹിൽ അറബ്, അറബികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കഥകളും ചരിത്രങ്ങളും കൃത്യമായി അറിയുന്നയാളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അല്ലാമ എന്ന് പറഞ്ഞ ഒരു സാധാരണ പണ്ഡിതനല്ല, വലിയ ബൃഹത്തായ അവഗാഹമുള്ള പണ്ഡിതൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഇൽമുൻ ലാ യൻഫഉ വജഹ്ലുൻ ലാ യദുർ. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഇൽമു കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഇതിനെക്കുറിച്ച് ആരെങ്കിലും അജ്ഞനാണ് എങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് പരിജ്ഞാനമില്ല എങ്കിൽ അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ അറബി വംശജരെ കുറിച്ച് അറിയുന്നത് കൊണ്ട് അറബി ഭാഷ അറിയുന്നു, പക്ഷെ ഖുർആൻ ഓതുന്നില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ അറിയില്ല. ഭാഷ അറിയാം, ഭാഷ എന്ന രീതിയിൽ അറബി പദ്യങ്ങൾ അറിയാം, കഥകളും അതിന്റെ ഇടയിലുള്ള ഭിന്നതകളും അറിയാം. നാളെ ആഖിറത്തിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമായി? യാതൊരു പ്രയോജനമില്ല. ഇതറിയാത്തതിന്റെ പേരിൽ നാളെ പാരത്രിക ലോകത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. പാർവ് എന്നതിന്റെ പേരിൽ ലോകത്ത് ധാരാളം കാര്യങ്ങൾ പ്രചാരം നേടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇൽമ്, അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനാണ്, ഹദീസാണ്. ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നമുക്ക് നുകർന്നു തന്ന അറിവുകളാണ് ശരിയായി നമ്മുടെ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന അറിവ്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ജീവിതകാലത്ത് പഠിപ്പിച്ചത്. അതല്ലാത്ത കാര്യങ്ങൾ എത്ര വലിയ ഹൃദയത്തിന് കൗതുകമുള്ള കാര്യങ്ങളാണ് എങ്കിലും അതൊന്നും ശരിയായ അറിവല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യന്റെ കയ്യിലാണ് എങ്കിൽ ഒരു മൃഗത്തിന്റെ തോളെല്ലുണ്ടായിരുന്നു. ആ തോളെല്ലിലാണ് എങ്കിൽ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലെ ധാരാളം വിജ്ഞാനങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതാൻ വേണ്ടി കടലാസ് കഷണങ്ങളില്ല. മൃഗങ്ങളുടെ തോല്, എല്ല്, മൃഗങ്ങളുടെ തോളിലുള്ള എല്ലും അതുപോലെ തന്നെ മുളക്കഷണങ്ങളുമാണ് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്. ആ മനുഷ്യൻ വന്നത് ഒരു മൃഗത്തിന്റെ തോളെല്ലിൽ മുൻകഴിഞ്ഞ വേദഗ്രന്ഥത്തിന്റെ അറിവുകൾ രേഖപ്പെടുത്തിയ അവസ്ഥയിലായി. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, കഫാ ബിഖൗമിൻ ഹുംഖൻ വദലാലതൻ. ഒരു സമൂഹം വിഡ്ഢികളാകാനും അവർ വഴികെട്ടവരാകാനും മതിയായ കാരണമാണ് ബിമാ യർഗബു അമ്മാ ജാഅ ബിഹി നബിയ്യുഹു ഇലാ ഗൈരി നബിയ്യിഹിം വഇലാ കിതാബിൻ ഇലാ ഗൈരി കിതാബിഹിം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിശാബോധം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ വിട്ട് മറ്റു പ്രവാചകന്മാരിലേക്ക് തിരിയുക. അവർക്ക് അല്ലാഹു സന്മാർഗത്തിന്റെ സരണികൾ വിവരിച്ചു കൊടുക്കാനുള്ള വേദഗ്രന്ഥം നൽകി അതിനു പകരം മറ്റു വേദഗ്രന്ഥങ്ങളിലേക്ക് തിരിയുക. ഇന്ന് നമ്മൾ അറിവിന്റെ പേരിൽ കാണപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് അധികം പ്രവാചകന്മാരും 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒക്കെ സമയം പാഴാക്കും.
അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് ഓതുകയുണ്ടായി നബിതങ്ങൾക്ക് അവതീർണമായ ആയത്ത് അവലം യകുഫീം അന്നാ അൻസൽനാ അലൈക്കുമുൽ കിതാബ യുത്ലാ അലൈഹിം ആയാതി ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ അവലം യക്ഫീം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ആ ജനങ്ങൾക്ക് പോരെ അറിവിന് വേണ്ടി അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനിനെ വേദഗ്രന്ഥമായി അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തത് യുത്ലാ അലൈഹിം ആ വേദഗ്രന്ഥത്തിനെ അവരുടെ അടുക്കൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന ഫീ ദാലിക ലറഹ്മതൻ തീർച്ചയായും ഖുർആൻ അല്ലാഹുവിന്റെ റഹ്മത്താണ് വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഉത്ബോധനവുമാണ്. അതുകൊണ്ട് ഖുർആൻ വിട്ടിട്ട് മറ്റു വേദഗ്രന്ഥങ്ങളിലേക്ക് എന്തിനാ തിരിയുന്നത്? അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെല്ലാം വേദഗ്രന്ഥങ്ങളാണ് എന്ന് അംഗീകരിക്കണം. എന്നാൽ അതിൽ ധാരാളം കരവിരുതുകൾ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പലതും അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന യാതൊരു വ്യത്യാസവും സംഭവിക്കാതെ അതിന്റെ വള്ളി പുള്ളികൾക്ക് യാതൊരു തരത്തിലുള്ള വ്യതിയാനവും സംഭവിക്കാതെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം. ആ ഖുർആൻ വിട്ടിട്ട് മറ്റു കാര്യങ്ങളെ എന്തിനാണ് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും സ്രോതസ്സും അടിസ്ഥാനവുമാക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ചോദിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് ഓതിക്കൊടുക്കുകയും പ്രവാചകന്റെ കാലത്തിന് ശേഷം സഹാബിമാര് ഇക്കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. ഖാലിദ് ബിൻ ഉർഫുത എന്ന് പറയുന്നയാള് അദ്ദേഹം പറയുകയാണ് കുന്തു ജാലിസൻ ഇൻദ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഖലീഫയായ ഉമർ അൽ ഫാറൂഖിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉതിയ ബിറജുലിൻ മിൻ അബ്ദുൽ ഖൈസ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി അൻത ബിസൂസ് നിങ്ങൾ ഖുർഖിസ്ഥാൻ എന്ന് പറയുന്ന സൂസ് എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള ആളല്ലേ? ഇറാനിന്റെ ഒരു പ്രവിശ്യയാണ്, തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഖുർഖിസ്ഥാൻ. അതിന്റെ ഉള്ളിലുള്ള ഒരു പ്രദേശമാണ് സൂസ്. നിങ്ങൾ അവിടെയുള്ള ആളല്ലേ? അദ്ദേഹം പറഞ്ഞു അതെ. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ വടികൊണ്ട് അടിക്കാൻ തുടങ്ങി. അയാൾ ചോദിച്ചു മാലി വലിയ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവ്, എന്തിനാ നിങ്ങൾ എന്നെ മർദ്ദിക്കുന്നത്, എന്തിനാ അടിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഇരുന്നു. കാരണം എന്തോ ഒരു വിവാദത്തിന്റെ പേരിലാണ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടത്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കി അദ്ദേഹത്തിനെ മർദ്ദിച്ചതാണ്. ഇരുത്തിയതിനു ശേഷം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ وإن كنت من قبله لمن الغافلين. സൂറത്ത് യൂസുഫിന്റെ തുടക്കത്തിലുള്ള ആയത്ത് അലിഫ് ലാം റാ അല്ലാഹു അഅലമു ബിമുറാദിഹി തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ഇത് വ്യക്തമായ അല്ലാഹുവിന്റെ വചനങ്ങളാകുന്നു.
إنا أنزلناه قرآنا عربيا لعلكم تعقلون. ഈ വേദഗ്രന്ഥം അറബി ഭാഷയിൽ ഓതപ്പെടുന്ന ഒരു വേദഗ്രന്ഥമായി നാം അവതരിപ്പിച്ചു. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ. നഹ്നു നഖസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നിങ്ങൾക്ക് നാം ഉത്ബോധനമായി സന്ദേശമായി ഏറ്റവും നല്ല ചരിത്ര സംഭവങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, ആ ചരിത്രത്തിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് അറിവില്ലാത്തവരായിരുന്നു. എന്ന ചരിത്രമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൂസിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് വീണ്ടും 3 പ്രാവശ്യം ഓതിയിട്ട് 3 വട്ടം ഒന്നുകൂടെ അടിച്ചു. അദ്ദേഹം ചോദിച്ചു, മാലി വലിയ അമീറുൽ മുഅ്മിനീൻ, എന്താ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്നെ അടിക്കുന്നത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അൻത നസഖ്ത കിതാബ ദാനിയാൽ, നിങ്ങൾ സൂസ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ താമസിക്കുകയാണ്. അവിടെ കഴിഞ്ഞു പോയ ഒരു പ്രവാചകരുണ്ട്. ആ പ്രവാചകന്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ഇറാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള ഖുറിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള സൂസിലാണ്. ആ ദാനിയാൽ അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ എഴുതിയില്ലയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി. എന്തിനാണ് മറ്റൊരു പ്രവാചകന്റെ വേദഗ്രന്ഥം നിങ്ങൾ എഴുതുന്നത്? ആ പ്രവാചകന്റെ വേദഗ്രന്ഥം ആ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതാണ്. ആ പ്രവാചകന്റെ എന്തെങ്കിലും സംഭവം ഖുർആനിൽ പറഞ്ഞുവെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതെങ്കിലും പ്രവാചകന്മാരുടെ സംഭവം പറഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് വിശദീകരിക്കാം. അതല്ലാതെ ഒരു പ്രവാചകന്റെ വേദഗ്രന്ഥം അങ്ങനെ തന്നെ നേരിട്ട് നിങ്ങൾ എഴുതുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളുടെ പ്രചാരകനായിത്തീരും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് പോയി നിങ്ങൾ ആ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് കരിച്ചു കളയണം. നിങ്ങളത് പാരായണം ചെയ്യരുത്, മറ്റുള്ളവർക്ക് അത് പാരായണം ചെയ്തു കൊടുക്കരുത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ്. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്രയും കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് എനിക്ക് വലിയ അറിവിനോടുള്ള ആർത്തിയുടെ പേരിൽ ഞാനാണ് എങ്കിൽ തൗറാത്തിലുണ്ടായിരുന്ന നല്ല നല്ല അറിവുകളെല്ലാം എഴുതി സമാഹരിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലെത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമർ ഫാറൂഖ് ഇതെന്താ? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകർ ഇതിൽ ധാരാളം അറിവുണ്ട്. അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതാണിത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ 2 കവിളുകളും ചുമന്ന് വിവർണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം പറയുകയുണ്ടായി, അല ഇന്നി ഊതീതു ജവാമിഅൽ കലിമി വ ഖവാതിമഹു, തീർച്ചയായും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നത് അർത്ഥസമ്പുഷ്ടമായ വാചകങ്ങളാണ്. അവസാന വേദഗ്രന്ഥമായ ഖുർആനാണ്. അതാണ് എങ്കിൽ വളരെ ചുരുക്കമാണ് എങ്കിൽ ധാരാളം ആശയങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളുണ്ട്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ വഴികെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ മാറ്റിത്തിരിച്ച കാര്യങ്ങളെ അള്ളാഹുവിന്റെ വചനമായി പ്രഖ്യാപിക്കൽ അള്ളാഹുവിനെ എത്ര ഗുരുതരമായി അള്ളാഹുവിലേക്ക് കളവ് ചേർത്ത് പറയലാണ്. ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിക നബിയ, ഞാൻ ഇസ്ലാമിനെ ദീനായും അള്ളാഹുവിനെ റബ്ബായും അങ്ങയെ പ്രവാചകനായും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞു താഴെ ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ അറിവ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായ ഖുർആൻ ഹദീസ്, ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിൻബാത്ത് ചെയ്ത് ജനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിന് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്ന കർമ്മശാസ്ത്ര രേഖകളുമാ അറിവ് എന്ന് പറഞ്ഞു.
ഇന്ന് ഭൗതികമായ വിജ്ഞാനത്തിന്റെ അതിപ്രസരത്തിൽ അതും ദീനിയായ ഇൽമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ദീനിയായ അറിവുകൾ നൽകപ്പെടുന്ന കലാലയങ്ങളിലും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാലം. ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറയുന്നത്. തീർച്ചയായും നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഭൗതികമായ വിദ്യാഭ്യാസം നേടണം. അതിലൂടെ അനുവദനീയമായ ജോലിയും വേതനവും ഒക്കെ നേടൽ പ്രശംസനീയമായ കാര്യമാണ്. പക്ഷേ അതിന്റെ ഇടയിൽ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വരെയും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്ക് നമ്മളും നമ്മുടെ മക്കളും തരം താഴ്ന്നു പോവുകയാണ് എങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും. സ്കൂളുകൾ തുറക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്ക് കൊണ്ടുവന്നാക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനുള്ള അവസരങ്ങൾ തീർച്ചയായും നിർബന്ധ ബുദ്ധിയോടുകൂടി ഉണ്ടാക്കി കൊടുക്കും. അവര് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് നമ്മളും ശരിയായി പഠിക്കുന്നവരാകണം. നമ്മൾ എത്രയോ പ്രായമായി മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്നവരാണ്, മുസ്ലിം നാമധാരികളാണ്. നമ്മളോട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കറിയാം? ഇസ്ലാമിന്റെ നല്ല നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേവലം പണ്ഡിതന്മാര് മാത്രമല്ല, സാധാരണക്കാര് വരെയും ദീനിന്റെ വിഷയത്തിൽ വലിയ അവഗാഹം നേടിയിരുന്നു. അറബി ഭാഷയിൽ പാണ്ഡിത്യം നേടിയ വലിയ ഒരു വ്യക്തിയായിരുന്നു ഇമാം അസ്മഈ. അദ്ദേഹം ഒരിക്കൽ മലഞ്ചെരുവിലിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്ത് പാരായണം ചെയ്തു. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله غفور رحيم. ആ മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ അസ്മഈയോട് ചോദിച്ചു, അല്ല അസ്മഈ, നിങ്ങൾ എന്താ പാരായണം ചെയ്യുന്നത്? അസ്മഈ എന്ന് പറയുന്ന അറബി ഭാഷാ പണ്ഡിതൻ പറഞ്ഞു, ആദാ കലാമു റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ വചനമാ. നിങ്ങൾ എന്തിനാണ് ഓതലിന്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കിയത്? മലഞ്ചെരുവിൽ ആടുകളെ മേക്കുന്ന സാധാരണക്കാരനായ ആട്ടിടയൻ പറഞ്ഞു, ലൈസാദൽ കലാമു കലാമു റബ്ബിക്, ഇതൊരിക്കലും നിന്റെ രക്ഷിതാവിന്റെ വചനമല്ല, ഖുർആനല്ല നിങ്ങൾ പാരായണം ചെയ്യുന്നത്. അസ്മഈക്ക് ദേഷ്യം വന്നു. അസ്മഈ പറഞ്ഞു, ആദാ കലാമു റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ വചനം, ഖുർആനാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ പറഞ്ഞു, ലൈസാദൽ കലാമു കലാമു റബ്ബിക്, ഇതൊരിക്കലും നിങ്ങളുടെ രക്ഷിതാവിന്റെ വചനമല്ല. അസ്മഈ ചിന്തിക്കാൻ തുടങ്ങി, ഈശ്വരാ, ഓതൽ തെറ്റ് സംഭവിച്ചു. അല്ലാഹു അസീസുൻ ഹകീം എന്നതിന് പകരം അല്ലാഹു ഗഫൂറുർ റഹീം എന്ന്. അസ്മഈ റഹിമഹുള്ള ഓതലിൽ സംഭവിച്ച തെറ്റിനെ തിരുത്തി വീണ്ടും ശരിയായി ഓതി, വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. അസ്മഈ ആട്ടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയനോട് ചോദിച്ചു, നിങ്ങൾ ഹാഫിദുൽ ഖുർആനാണോ? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മനനം ചെയ്തയാളാണോ? ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ പറഞ്ഞു, ഞാൻ ഖുർആനിന്റെ ഹാഫിദല്ല. അല്ലാമാ അസ്മഈ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് എന്റെ ഈ ഒരു ആയത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ നിങ്ങൾ തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയത്? ആ ആട്ടിടയൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഓതിയത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോഷണം ചെയ്ത ആണിനും പെണ്ണിനും നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷാ നടപടിയെ കുറിച്ചുള്ള വിവരണമാണ്. മോഷണമാകുന്ന ക്രിമിനൽ കുറ്റം ചെയ്തത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന്റെയും അവരുടെയും കൈ മുറിക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഓതുക, അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. എങ്ങനെ യോജിക്കുന്നു? ലൗ ഗഫറാത അല്ലാഹു പുറത്തു കൊടുത്തിരുന്നു എങ്കിൽ, വറഹിമ അല്ലാഹു കരുണ ചെയ്തിരുന്നു എങ്കിൽ, മാ അമറ ബിൽ ഖത്അ, മോശമാകുന്ന ക്രിമിനൽ കുറ്റത്തിന് കൈമുറിക്കാനുള്ള നിർദ്ദേശം നൽകില്ലായിരുന്നു. വഅസ്സ അല്ലാഹു പ്രതാപിയാണ്. വഹകമ ബിൽ ഖത്അ, അതുകൊണ്ടാണ് മോശമാകുന്ന ക്രിമിനൽ കുറ്റം ചെയ്തയാളുടെ കൈമുറിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലഞ്ചെരുവുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ആട്ടിടയൻ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ കുറിച്ച് ഇത്രയും കൂലങ്കഷമായി മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അന്ന് സാധാരണക്കാരുടെ ഇടയിൽ എത്ര നല്ല നിലയിലായിരിക്കും ദീനിയായ അറിവ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, നമ്മളും നമ്മുടെ മക്കളും ഭൗതികമായ അതിപ്രസരത്തിൽ വിരാജിക്കുമ്പോൾ ശരീഅത്തും ദീനും കളഞ്ഞാലും കുഴപ്പമില്ല, മക്കൾക്ക് അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി നേടിയെടുക്കണം, അതിനുവേണ്ടി ഇസ്ലാം പോയാലും കുഴപ്പമില്ല, ദീൻ പോയാലും കുഴപ്പമില്ല എന്ന സങ്കല്പത്തിൽ നിന്നൊഴിവായി നമ്മളും നമ്മുടെ മക്കളും ശരിയായി ദീനിയായ അറിവ് നേടിക്കൊണ്ട് ദീനിയായ കർമ്മനിരതരായും കൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി